ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു ടിവി ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. कुकू टीवी. കാവ് കാവ്. ഷു ഷു. പോയിക്കോ, പോയി ഇവിടുന്ന്. പോകാൻ പറഞ്ഞില്ലേ? കാവ് കാവ്. പോകാനല്ലേ പറഞ്ഞേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാൻ അതിനെ പറഞ്ഞു വിട്ടു. മക്കളെ, നിങ്ങൾ എന്തിനാണ് ആ കാക്കയെ ഓടിച്ചു വിട്ടത്? അമ്മേ, ആ കാക്കയെ കാണാൻ ഒരു ഭംഗിയുമില്ല. അതിന്റെ ശബ്ദമാണെങ്കിൽ എന്തോ വൃത്തികേടാ. ഇങ്ങനെയൊന്നും ഒരു ജീവിയെ പറ്റിയും പറയാൻ പാടില്ല മോനെ. എല്ലാ ജീവികൾക്കും ഭംഗി കാണില്ല, പക്ഷെ അതിനെ കുറ്റപ്പെടുത്തരുത്. പക്ഷെ അതല്ലേ സത്യം? ഇല്ല, അത് സത്യമല്ല. കാക്കകളും വളരെ സോഫ്റ്റായിട്ടുള്ള ജീവിയാണ്. അതിനെ വളരെ അടുത്ത് കാണുകയാണെങ്കിൽ അതിന് മനോഹരമായ ചിറകുകളും നല്ല മൂക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ കണ്ണ് കാണാനും നല്ല ഭംഗിയാണ്. അമ്മേ, ഞാനൊരു കാക്കയെ കണ്ടു. ഇന്നലെ അത് റോഡിൽ വേസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാണാനൊരു വൃത്തിയില്ലായിരുന്നു. പക്ഷെ മക്കളെ, കാക്കകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ശരി, ഞാൻ നിങ്ങൾക്കൊരു കഥ പറയാം. ആ കഥ മൂലം കാക്ക എത്രത്തോളം ബുദ്ധിശാലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം വെള്ളം, എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. അത് കൊള്ളാം. ആ ജഗ്ഗിനകത്ത് വെള്ളമുണ്ടല്ലോ, അതാണ് എനിക്കിപ്പോ ആവശ്യം. അവസാനം എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടി. അയ്യോ, ആദ്യം എനിക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടിയില്ല. ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടമാ. ഞാൻ ഇനി എത്രയും പെട്ടെന്ന് വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല ക്ഷീണം തോന്നും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എനിക്കറിയാം. ആഹാ, ഇത് പണി ചെയ്യുന്നുണ്ട്. എനിക്കിനിയും കല്ല് വേണം. മുകളിൽ വരട്ടെ, വെള്ളം മുകളിൽ വരട്ടെ. മുകളിലേക്ക് വാ, ഇനി കുറച്ചുകൂടെ മതി. അങ്ങനെ അവസാനം അതെത്തി. ഇനി എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. കൃത്യസമയത്ത് എനിക്ക് ബുദ്ധി തോന്നി. സോ അങ്ങനെയാണ് ആ ബുദ്ധിശാലിയായ കാക്ക വെള്ളം കുടിച്ചത്. അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തി. എത്ര നല്ല കഥയായിരുന്നു അമ്മേ. എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു. അതായത് കാക്കയ്ക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു എന്ന്. അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഇതിൽ മറ്റൊരു പാഠവുമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ നന്നായി ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. അമ്മേ, എനിക്ക് കുറച്ച് ബ്രെഡ് തരണേ. ഇന്ന പിടിച്ചോ. കാക്കേ, ഇന്ന ഈ ബ്രെഡ് കഴിച്ചോ പ്ലീസ്. കണ്ടില്ലേ, നിനക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. അത് മാത്രമല്ല, നല്ല ബുദ്ധിയുള്ള ഒരു ഫ്രണ്ടുവാ.